ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് WPM refers to participation of non-managerial employees in the decision making process of the organization. സ്ഥാപനത്തില് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ സ്ഥാപനത്തിലെ നോൺ മാനേജീരിയൽ ആയിട്ടുള്ള എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയാ? വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയാം. ആ വേർഡ് തന്നെ കിട്ടും. അതായത് മാനേജ്മെന്റ് പ്രക്രിയകൾ ഉണ്ടാവും, അതായത് മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ആ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ടാവും. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എന്താണ്, സ്ഥാപനത്തിലെ മാനേജർ അല്ലാത്ത മറ്റു എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യാണ്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയാം. ആ വേർഡ് തന്നെ കിട്ടും, WPM. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് ഓൾസോ നോൺ ആസ്, അതിന്റെ മറ്റു പേരുകൾ നോക്കാം, ലേബർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. അതുപോലെ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്നും പറയും. ലേബർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയും, അതുപോലെ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റും എന്നും പറയും. ഇനി ജർമ്മനിയിൽ ഈ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് പറയുന്നത് കോ ഡിറ്റർമിനേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ കോ പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റും എംപ്ലോയീസും കൂടി എന്ത് ചെയ്യണം? കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയാ? കോ ഡിറ്റർമിനേഷൻ എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോൺ ആസ് സെൽഫ് മാനേജ്മെന്റ് ഇൻ യുഗസ്ലോവിയ. അതുപോലെ യുഗസ്ലോവിയ എന്ന രാജ്യത്ത് ഈ ഒരു ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റിനെ എന്താണ് പറയാ? സെൽഫ് മാനേജ്മെന്റ് എന്നാണ് പറയാ. അതായത് എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്? സ്വയം കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ്. ഓക്കെ, വർക്കർ participation in management implies mental and emotional involvement of workers in the management of an organization. സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് അവരുടെ മെന്റലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒക്കെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാണ്. അപ്പൊ അവരുടെ എന്താണ് അവരെ മെന്റലായിട്ടും ഫിസിക്കലായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമല്ലോ, ആ ഇൻവോൾവ്മെന്റ് ആണ് എന്ത്? വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കൺസിഡർ ആസ് മെക്കാനിസം വേർ വർക്കേഴ്സ് ഹാവ് സേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ എന്തുണ്ടാവും? ഈ ഒരു എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇറ്റ് എയിം അറ്റ് ഇൻവോൾവിംഗ് എംപ്ലോയീസ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ് ടു എൻഷുർ പീപ്പിൾ ഇൻവോൾവിംഗ് ലീഡിംഗ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് വർക്ക് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ ഇതുപോലെ മാനേജ്മെന്റ് പ്രോസസ്സിലൊക്കെ എന്ത് ചെയ്യുക? അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാണ്? എല്ലാവരും മെന്റലായിട്ടും അതുപോലെ അവരെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും എന്ത് ചെയ്യണം? അവരെ ഇൻവോൾവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി എംപ്ലോയീസിന് അവർക്ക് വർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതേസമയം എന്താണ്? സ്ഥാപനത്തിന് ഹയർ പ്രൊഡക്ടിവിറ്റി അതിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഡെഫിനിഷൻ ആണ്. അക്കോർഡിംഗ് ടു കിത്ത് ഡേവിസ്, participation refers to the mental and emotional involvement of a person in a group situation which encourages him to contribute to group goals and share the responsibility of achievement. കിത്ത് ഡേവിസിന്റെ അഭിപ്രായത്തിൽ പാർട്ടിസിപ്പേഷൻ, അതായത് വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ എന്നത് ഒരു ഗ്രൂപ്പ് സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ മാനസികവും അതുപോലെ ഇമോഷണലുമായിട്ടുള്ള ഇടപെടലിനെ സൂചിപ്പിക്കുന്നു. ഇത് ഗ്രൂപ്പ് ലക്ഷ്യത്തിലേക്ക് സംഭാവന ചെയ്യുന്നതിനും നേട്ടത്തിന്റെ ഉത്തരവാദിത്തം പങ്കിടുന്നതിന് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നതാണ് കിത്ത് ഡേവിസിന്റെ അഭിപ്രായത്തിൽ വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. ഒന്നാമത്തെ ഫീച്ചർ നോക്കാം. പാർട്ടിസിപ്പേഷൻ മീൻസ് മെന്റൽ ആൻഡ് ഇമോഷണൽ പാർട്ടിസിപ്പേഷൻ ഓഫ് എ പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ് സിറ്റുവേഷൻ. ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഡെഫിനിഷനൊക്കെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഒരു ഗ്രൂപ്പ് സിറ്റുവേഷനിൽ വ്യക്തികളെ എന്ത് ചെയ്യണം? അവരുടെ മെന്റൽ ഇമോഷണൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആണ് എന്ത് പറയാ? ഇവിടെ വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ് നോട്ട് ആസ് എ ഇൻഡിവിജ്വൽസ് ബട്ട് ജോയിന്റ് ആസ് എ ഗ്രൂപ്പ് ത്രൂ ദെയർ റെപ്രസെന്റേറ്റീവ്. അപ്പൊ അവിടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർക്കേഴ്സും കൂടി ഡിസിഷൻസ് പറയല്ല. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല ഡിസിഷൻ പറയാം, അവരുടെ റെപ്രസെന്റേറ്റീവ്, അതായത് അവരുടെ ഗ്രൂപ്പ് എന്നുള്ള ഡിസിഷൻസ് എന്ത് ചെയ്യും? അവരെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളുകൾ എന്താണ്? അവര് മാനേജ്മെന്റുമായിട്ട് കൺസൾട്ട് ഒക്കെ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക? അവർ ഈ ഒരു പാർട്ടിസിപ്പേഷനിൽ ഇൻവോൾവ് ചെയ്യുക. ഓക്കെ,
അടുത്തതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. അതുപോലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് അത് ഫോർമൽ ആയിട്ടും ആകാം ഇൻഫോർമൽ ആയിട്ടും ആകാം. അതായത് ഒഫീഷ്യൽ നാച്ചറും ആകാം, അതുപോലെ നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. In both the cases, system of communication and consultation whereby employee express their opinions and contribute to manage decisions. അതുപോലെ ഈ ഒരു സിസ്റ്റത്തിൽ അവർ മാനേജ്മെന്റ് എന്ത് ചെയ്യും, എംപ്ലോയീസുമായിട്ട് അവരുടെ കൺസൾട്ടേഷൻസും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് എന്ത് ചെയ്യും, അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ മാനേജ് ഡിസിഷൻസുള്ള ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റില് ചില ഒപ്പീനിയൻസും അതുപോലെ മാനേജ് ഡിസിഷൻസിലോട്ടും ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അടുത്താണ് there can be 5 levels of worker participation in management. പ്രധാനമായിട്ടും 5 ലെവലാണ് വർക്കർ പാർട്ടിസിപ്പേഷൻ ഉള്ളത്. ഒന്ന് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ, രണ്ടാമത്തത് കൺസൾട്ടീവ് ഇമ്പോർട്ടൻസ്, മൂന്നാമത്തത് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ, നാലാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ, അഞ്ചാമത്തത് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. എന്താണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോ എംപ്ലോയി അവർക്ക് വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യും, മാനേജ്മെന്റിന്റെ അടുത്ത് എന്ത് ചെയ്യും, റിസീവ് ചെയ്യുകയും ആ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യും, ചില ജനറൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അവര് ചില വ്യൂസ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാല്. അതായത് ഇൻഫർമേഷൻസ് എന്താണ്, വേണ്ട ഇൻഫർമേഷൻസ് റിസീവ് ചെയ്തിട്ട് ആ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാനേജ്മെന്റുമായിട്ട് എന്ത് ചെയ്യണം, ചില വ്യൂസ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ജനറൽ എക്കണോമിക് ഇമ്പോർട്ടൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുക. അടുത്താണ് രണ്ടാമത്തത് കൺസൾട്ടീവ് ഇമ്പോർട്ടൻസ്. കൺസൾട്ടീവ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ചില പ്രത്യേക ഏരിയ എന്ന് പറയുമ്പോൾ വർക്ക്, സേഫ്റ്റി, ഹെൽത്ത് തുടങ്ങിയ എംപ്ലോയിയുമായി ബന്ധപ്പെട്ടുള്ള വെൽഫെയറുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളിൽ എംപ്ലോയീസ് ചില കൺസൾട്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കും. അതൊരു കൺസൾട്ടീവ് ആയിട്ട് എന്ത് ചെയ്യാണ്, മാനേജ്മെന്റ് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വർക്ക് കണ്ടീഷൻ എങ്ങനെ ആകണം, അല്ലെങ്കിൽ സേഫ്റ്റി കുറച്ചുകൂടി കൂട്ടേണ്ടതുണ്ട്. അങ്ങനെ കൺസൾട്ടേഷൻ എന്ത് ചെയ്യാണ്, മാനേജ്മെന്റ് കൊടുക്കുന്നതാണ് കൺസൾട്ടീവ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്താണ് രണ്ടാമത്തത് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഈ ഒരു കൺസൾട്ടീവ് ഇമ്പോർട്ടൻസിന്റെ ഒന്നുകൂടി കുറച്ചുകൂടി ഒരു അപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇവിടെ ഒരു മോറൽ ഒബ്ലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും, അതായത് എംപ്ലോയീസിന്റെ അടുത്ത് നിന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ അവരെ യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്നതാണ് ഈ ഒരു അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. അപ്പൊ എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യാണ്, അവർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അത് അക്സെപ്റ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ വരുന്നത്. ഇവിടെ മാനേജറും വർക്കേഴ്സും എന്താണ് ജോയിന്റ്ലി ആയിട്ടാണ് എന്ത് ചെയ്യുക, ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുക. അതായത് ഒരൊറ്റ തീരുമാനം. ഓക്കെ, അതാണ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. കൂടി ചേർന്ന് എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുന്ന അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. അടുത്ത നാലാമത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇപ്പോ മാനേജിയൽ ഫങ്ഷൻസ് ഒക്കെ എന്താണ് ചില സമയങ്ങളിൽ എംപ്ലോയീസ് ഒക്കെ ഇത് ചെയ്യേണ്ടി വരും. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് മാനേജിയൽ ഫങ്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഓൾറെഡി എന്തുണ്ടാവും, ചില ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിന് എംപ്ലോയീസിന് പ്രിഫർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. അപ്പോ മാനേജ്മെന്റ് ഒരു 3-4 ഡിസിഷൻസ് ഉണ്ടാവും. ആ ഒരു 3-4 ഡിസിഷൻസിൽ എംപ്ലോയീസിനോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അപ്പൊ അവിടെ ഒരു ശരിക്കും എന്താണ്, എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റീവ് ആയി, പക്ഷെ എന്താണ് ശരിക്കും ഡിസിഷൻസ് എടുക്കുന്നത് ആരാണ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. അടുത്താണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. ഹയസ്റ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ആണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. ഇവിടെ ജോയിൻലി ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കുക. മാനേജ്മെന്റും എംപ്ലോയീസും ജോയിൻലി ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കുക. ഏതൊക്കെ മാറ്റേഴ്സിലാണ്? ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊഡക്ഷന്, വെൽഫെയർ, അതുപോലെ മാർക്കറ്റിംഗ് തുടങ്ങിയ മെയിൻ ആയിട്ടുള്ള ഏരിയകൾക്ക് എന്താണ് ഡിസിഷൻസ് എടുക്കാൻ എംപ്ലോയീസ് കൂടി ഇൻവോൾവ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. ഇങ്ങനെ 5 ലെവലാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ഉള്ളത്. ഒന്ന് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ, രണ്ടാമത്തത് കൺസൾട്ടീവ് ഇമ്പോർട്ടൻസ്, മൂന്നാമത്തത് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ, നാലാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ, അഞ്ചാമത്തത് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ.
ഇനി അടുത്ത നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഈ വർക്കേഴ്സിനെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. സ്ഥാപനത്തിൽ എന്ത് ചെയ്യണേ, ഒരു ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട്, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് നമ്മൾ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുന്നത്. അടുത്തതാണ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ബെനിഫിഷ്യൽ ടു എംപ്ലോയീസ് ആൻഡ് കമ്മ്യൂണിറ്റി. അതുപോലെ സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എംപ്ലോയീസിനും കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ സ്ഥാപനത്തിന്റെ എന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ് ചെയ്യുന്നത്. അടുത്താണ് ടു ബിൽഡ് ദ മോസ്റ്റ് ഡൈനാമിക് ഹ്യൂമൻ റിസോഴ്സസ്. അതുപോലെ ഡൈനാമിക് ആയുള്ള ഹ്യൂമൻ റിസോഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് സാഹചര്യത്തിൽ എന്താണ് എംപ്ലോയീസ് അതുമായിട്ട് മാറാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് കൊണ്ടുവരുന്നത്. അടുത്തതാണ് ടു സാറ്റിസ്ഫൈ വർക്കേഴ്സ് സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ്. അതുപോലെ എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ നീഡ്സ് ആയ സോഷ്യൽ നീഡ്സും എസ്റ്റീം നീഡ്സ് ഒക്കെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ ഈ ലേബർ പാർട്ടിസിപ്പേഷന് അവർ ചെയ്യുന്നത്. അടുത്താണ് ടു സ്ട്രെങ്തൻ ലേബർ മാനേജ്മെന്റ് കോ ഓപ്പറേഷൻ ആൻഡ് ദസ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. അതുപോലെ ലേബർ മാനേജ്മെന്റ് സഹകരണം ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇൻഡസ്ട്രിയൽ സമാധാനവും അതുപോലെ ഹാർമണിക്ക് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വർക്കർ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത്. അടുത്താണ് ഇറ്റ്സ് സൈക്കോളജി ഒബ്ജക്റ്റീവ് ഈസ് ടു സെക്യൂർ ഫുൾ റെക്കഗ്നിഷൻ ഓഫ് ദ വർക്കേഴ്സ്. അതുപോലെ സൈക്കോളജിക്കൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ ഒക്കെ റെക്കഗ്നീഷൻസ് ഒക്കെ എന്താണ് എപ്പോഴും സെക്യൂർ ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ്, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. അടുത്താണ് ടു ഡെവലപ്പ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. അതുപോലെ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഒക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അടുത്ത അവസാനത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു ഡെവലപ്പ് ലീഡേഴ്സ് വിത്തിൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലീഡേഴ്സിനൊക്കെ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.